ഹലോ. അപ്പോൾ ഞാൻ രാവിലെ കണ്ണൊക്കെ തിരുമ്മി വെളിയിലോട്ട് നോക്കി നിൽക്കുകയാണ് ഉറക്കം എഴുന്നേറ്റിട്ട്. ആദൂട്ടൻ ഉണർന്നിട്ടില്ല കേട്ടോ. നേരെ കിടന്നിരുന്ന ആദൂട്ടൻ രാവിലെ ആയപ്പോൾ ഈ പൊസിഷനിലായി. അപ്പോൾ ഞാൻ രാവിലെ ഒരു ചായയൊക്കെ കുടിച്ചിട്ട് ഒരുങ്ങിയിരിക്കുകയാണ് കേട്ടോ. നമ്മൾ കഞ്ഞി മേടിക്കാനായിട്ട് പോവാണ്. നമ്മുടെ കോൽക്കുതിര കെട്ട് തുടങ്ങിയതിൻ്റെ 2ാമത്തെ ദിവസമാണ് ഇന്ന് കേട്ടോ. അപ്പോൾ രാവിലെ എനിക്ക് അമ്മ പാത്രമൊക്കെ എടുത്ത് തന്നിട്ടുണ്ട് കഞ്ഞിക്ക് പോകാനായിട്ട്. ആദൂട്ടൻ ഉണർന്നിട്ടില്ല, അതിനു മുമ്പ് ഞാൻ പോയി. നല്ല ക്യൂ ഉണ്ടായിരുന്നു കേട്ടോ. പെട്ടെന്ന് വെടി പൊട്ടി കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ പെട്ടെന്ന് തന്നെ ആൾ വന്നു. കുഴപ്പമില്ല, പെട്ടെന്ന് ക്യൂ അങ്ങ് നീങ്ങി പോകുന്നുണ്ടായിരുന്നു. നല്ല വെയിലാണ്. ഇവിടെയാണ് ആളുകൾ ഇരുന്ന് കഞ്ഞിയൊക്കെ കുടിക്കുന്നത്. നമുക്ക് വാങ്ങി അവിടെ ഇരുന്നും കഴിക്കുകയും ചെയ്യാം. അപ്പോൾ ഞാൻ പാത്രത്തിലാക്കി എനിക്കുള്ള കഞ്ഞിയും കറിയായിട്ട് അടച്ചൊക്കെ വെച്ചിട്ട് പോവാണ് കേട്ടോ. അവിടെ ചേച്ചിയും മോളും ഒക്കെ ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ നേരെ വണ്ടി വന്നിട്ട് പാത്രം എല്ലാം അവിടെ വെച്ച് നേരെ വീട്ടിലേക്ക് പോയി. വീട്ടിൽ ചെന്ന ഉടനെ ക്ഷമയില്ലായിരുന്നു. കഞ്ഞി എടുത്ത് കുടിച്ചു. അസ്ത്രം, മുതിര, പപ്പടം, അച്ചാർ എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ വൈകിട്ട് പ്രോഗ്രാം കാണാനായിട്ട് പോവാണ് കേട്ടോ എല്ലാവരും കൂടെ. ഇന്ന് തിരുവാതിരയാണുള്ളത്. തിരുവാതിര മാത്രമല്ല, കഥാപ്രസംഗമുണ്ട്. ഫസ്റ്റ് തിരുവാതിര നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ചെന്നപ്പോഴത്തേക്കും 2 പാട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കയ്യിൽ ബൊക്കയുമുണ്ട്. അവരുടെ വേഷവിധാനം എന്ന് പറഞ്ഞാൽ തനി കേരളീയ വേഷം. മുല്ലപ്പൂവും ചൂടി അവർ വന്നു. പെട്ടെന്ന് ഡ്രൈവർ ഇറങ്ങി റെയിൽവേ സ്റ്റേഷനിൽ ചെന്നു. അങ്ങനെ തിരുവാതിര കഴിഞ്ഞ ഉടനെ കഥാപ്രസംഗം തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല കഥാപ്രസംഗമായിരുന്നു. കുറച്ചു നേരം അതൊക്കെ കണ്ടുകൊണ്ട് അവിടെ ഇരുന്നു. അപ്പോൾ നമ്മളങ്ങനെ കുറേ നേരം പ്രോഗ്രാമൊക്കെ കണ്ടിട്ട് നമ്മളിതേ വീട്ടിലേക്ക് തിരിച്ച് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്.